എല്ലാ ചെറുപ്പക്കാരെയും അറിയിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം വിദ്യാഭ്യാസവുമായും തൊഴിലുമായും ബന്ധപ്പെട്ടത് പുറത്തു വന്നിരിക്കുന്ന കാര്യം ഇങ്ങനെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് UAE ഏവിയേഷൻ കോഴ്സുകൾക്കാണ്. ഏറ്റവും കുറഞ്ഞത് 20% വർധനവ് ഈ കോഴ്സുകൾക്ക് വന്നിരിക്കുകയാണ്. അതിന് കാരണം എന്തായിരിക്കും? നമ്മുടെ യുവാക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട, മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വിഷയമുണ്ട് അതിനകത്ത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി പറയുന്നു, ഈ മഹാമാരിയുടെ ഘട്ടമൊക്കെ കഴിഞ്ഞാൽ നേരത്തെ എങ്ങനെയായിരുന്നോ ഏവിയേഷൻ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നത് അതിൻ്റെ 10 മടങ്ങ് ശക്തിയിലേക്ക് മാറും ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഗൾഫ് മേഖല മൊത്തത്തിൽ വൈമാനിക രംഗത്ത് വളരെയധികം സജീവമായി വരുന്നു. ആഗ്രഹത്തിനനുസരിച്ചുള്ള ജീവനക്കാരെ കിട്ടാതിരിക്കുന്നു എന്നാണ് പല വിമാന കമ്പനികളും എയർപോർട്ട് അതോറിറ്റികളും പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള കോഴ്സുകൾ പാസ്സായി വരുന്നവർക്ക് കൂടുതൽ അവസരമുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അനലിറ്റിക്കൽ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി കോഴ്സുകൾക്ക് ചേരാനിരിക്കുന്നവർക്ക് കുറച്ചു കാലത്തേക്ക് തൊഴിലവസരം മെച്ചപ്പെട്ടത് കിട്ടാൻ വേണ്ടി ഈ ഏവിയേഷൻ കോഴ്സുകളെ ആശ്രയിക്കാം എന്ന് ചുരുക്കം. ദുബായിൽ പലയിടങ്ങളിലും ഈ തിരുമ്മൽ കേന്ദ്രത്തിൻ്റെ പരസ്യമെന്ന രൂപത്തിൽ ചില കാർഡുകൾ റോഡിൽ വലിച്ചെറിയപ്പെടുന്നത്, കാറുകളിൽ കൊണ്ട് ഒട്ടിച്ചു വെക്കുന്നത് പോലെ വെച്ചിട്ട് ചിലർ കടന്നു കളയുന്നത്, ഇതൊക്കെ സാമൂഹികമായ വിപത്തായി, ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായി, കുടുംബങ്ങളിൽ വളരെ പ്രശ്നമായി മാറുകയാണ് എന്നതിൻ്റെ ഉദാഹരണം ഇന്ന് വന്നിരിക്കുന്ന ഖലീജ് ടൈംസിൻ്റെ ഓൺലൈൻ റിപ്പോർട്ടിൽ വന്നത് ഞങ്ങൾ പ്രത്യേകിച്ച് പറയണം എന്ന അത്രയും പ്രാധാന്യത്തിൽ എടുക്കേണ്ടതൊരു വിഷയമാണ്. ദേരെ താമസിക്കുന്ന ഒരു പ്രവാസി വീട്ടമ്മ അവരുടെ 9 വയസ്സുള്ള മകൻ്റെ സ്കൂൾ ബാഗ് പരിശോധിച്ചപ്പോൾ 30 കാർഡുകളാണ് ഇത്തരത്തിൽ അശ്ലീല ചിത്രങ്ങളടങ്ങിയ കാർഡുകൾ ഈ കുട്ടിയുടെ ബാഗിനുള്ളിൽ നിന്ന് അമ്മ കണ്ടെത്തിയത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ എങ്ങനെ എടുത്തു, എന്തിനെടുത്തു എന്നൊന്നും പറയാൻ ആ കുട്ടിക്ക് അറിയില്ല. കുട്ടി ആകെ പരിഭ്രാന്തനായി ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് മുഴുവനും റോഡ് വക്കിൽ ഇങ്ങനെ കിടക്കുന്നു. ഇത് എന്താണ്? ഇതിൻ്റെ കൗതുകം എന്താണ്? ഇതാർക്ക് വേണ്ടിയാണ്? ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമ സംവിധാനമുള്ള ഈ പ്രദേശത്ത് ഇങ്ങനെ പരസ്യമായി ചില ആളുകൾ നിയമങ്ങൾ ലംഘിക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു, പലപ്പോഴും നടപടിയെടുക്കുന്നു. എന്നിട്ടും പഠിക്കാതെ ആളുകൾ രംഗത്ത് വരുന്നത്, പുതിയ പുതിയ ആളുകൾ ഇതിനു വേണ്ടി വരുന്നത്, ഇരകളാക്കപ്പെടുന്നത്, ഇതൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ന് ആ ആർട്ടിക്കിൾ പറയുന്നത് ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് മെയ് 30. ഇന്ന് രാത്രിയോ നാളെ പകലോ ജൂൺ മാസത്തേക്ക് വേണ്ടിയുള്ള ഇന്ധനവില UAE പ്രഖ്യാപിക്കപ്പെടും. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വില കുറയും റീറ്റെയിൽ മാർക്കറ്റിൽ എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം മെയ് മാസം മുഴുവനും അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില കുറവായിരുന്നു. ഏതായാലും നമുക്ക് ആശ്വാസം വരുന്ന വിധത്തിലുള്ള റീറ്റെയിൽ വിലയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദുബായിലൊരു താമസ സ്ഥലത്തിന് എത്രയാകും വാടക? നമ്മുടെയൊക്കെ സങ്കല്പത്തിനപ്പുറമുള്ള റെക്കോർഡ് വാടക വർധനവിൽ ഇതാ ഒരു ടൗൺ ഹൗസ് 5 ബെഡ്റൂമുള്ള വില്ല എത്രയൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയ. ഒരു വർഷത്തേക്ക് 5 ബെഡ്റൂമുള്ളൊരു വലിയ 5000 സ്ക്വയർ ഫീറ്റിലധികമുള്ളൊരു വില്ലയ്ക്ക് എത്ര വാടക കൊടുക്കണം? ദുബായിയുടെ റെക്കോർഡ് വില പിറന്നിരിക്കുന്നു. $1 മില്യൺ എന്ന് വെച്ചാൽ 3.7 മില്യൺ ദിർഹം ഒരു വർഷം വാടക എന്ന രൂപത്തിൽ അത് വാടക കരാർ എഴുതി പുതിയ താമസക്കാർ വന്നിരിക്കുന്നു. അപ്പോൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവർ, റിയൽ എസ്റ്റേറ്റിലൊക്കെ വരുന്നവർ, വീട് വാങ്ങിയവർ, വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, അവർക്കൊക്കെ നല്ല കാലത്തിലേക്കാണ് സഞ്ചാരം എന്നതുകൂടി ഇതിനർത്ഥമുണ്ട്. റിലീസാകുന്ന സിനിമകളൊക്കെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചില വെബ്സൈറ്റിൽ നിന്ന് തപ്പിയെടുക്കുന്നു, കാണുന്നു, ഫോർവേഡ് ചെയ്യുന്നു, മറ്റുള്ളവരെ കാണിക്കുന്നു, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീരവാദം കൊള്ളുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശ്രദ്ധിക്കേണ്ട വിഷയം, ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റുകൾ എവിടെയോ ആരോ ഉണ്ടാക്കി വെച്ച സിനിമകൾ, കോപ്പിറൈറ്റ് അവകാശമൊക്കെ വേറെയുള്ളവർ കൊണ്ടു നടക്കുന്നവർ ചോർത്തി കിട്ടിയ സൈറ്റുകളിലൂടെ ഈ UAE ഒരുപാട് പേരിരുന്ന് കാണുകയും അതിനെ പ്രചരിപ്പിക്കുകയുമാണ്. തെറ്റാണെന്നറിയാം. ഇത് ഞങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞും നീ മാത്രം കണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഫോർവേഡ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള 1000-ലധികം വെബ്സൈറ്റുകൾ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇനി ഇങ്ങനെയുള്ള സ്ഥിരമായി ഇതൊക്കെ നിരീക്ഷിക്കുന്ന ആളുകളെ കൂടി നിരീക്ഷിക്കുന്ന സംവിധാനം ഇതിൻ്റെ AIക്കുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ചോർത്തി കിട്ടിയ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ കാണാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക, പ്രചരിപ്പിക്കാതിരിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷയുണ്ടാകും എന്നുറപ്പാണ്. ദുബായ് വാർത്തയുടെ 1500-ാം എപ്പിസോഡ് നൈറ്റ് അപ്ഡേറ്റ്സ്, അതിൽ സമ്മാനമായി ഞങ്ങൾ പറഞ്ഞിരുന്ന
സാഫ്രോൺ എന്ന് പറയുന്ന എക്സ്ക്ലൂസീവ് വിമൻസ് ഗാർമെൻറ്റ് സ്റ്റോർ. അതിൻ്റെ ആ സമ്മാനം കിട്ടിയ ആളെ അറിയണ്ടേ? പല ആളുകളും താമസിച്ചത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു. അല്പം താമസിച്ചു എന്നുള്ളത് ശരിയാണ്. കൂപ്പൺ ഇവിടെ റെഡിയാണ്. 15 ദിവസത്തിനകം ഇത് കളക്ട് ചെയ്യണം എന്ന് സാഫ്രോണിൻ്റെ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. ആ വിജയിയുടെ പേര് പറയുന്നു റെനി വർഗീസ്. അഭിനന്ദനങ്ങൾ റെനി വർഗീസ്. ഏതായാലും പെട്ടെന്ന് ഞങ്ങളുടെ ഇൻബോക്സിൽ വന്ന് മൊബൈൽ നമ്പർ തരണം, വിളിച്ചിട്ട് ഇവിടെ വന്ന് കളക്ട് ചെയ്യണം. സാഫ്രോൺ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു. കൃത്യമായിട്ട് കൂപ്പൺ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. 15 ദിവസം കൊണ്ട് ഈ ഡ്രസ്സൊക്കെ വാങ്ങിപ്പോകണം എന്നും പറഞ്ഞിട്ടുണ്ട്. സാഫ്രോണിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചതാണ്. തരംഗമായി UAE മാറിയതാണ്. എങ്ങനെയൊക്കെ ഏറ്റവും ആധുനികമായ ട്രെൻഡി ആയിട്ടുള്ള വനിതാ വസ്ത്രങ്ങൾ അതെങ്ങനെ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാക്കുന്ന വിധത്തിൽ വില നിലവാരം സൂക്ഷിച്ചുകൊണ്ട് ഉന്നത ഗുണനിലവാരം കാത്ത് സംരക്ഷിച്ചുകൊണ്ട് ഈ മാർക്കറ്റിൽ വിസ്മയം ജനിപ്പിക്കാം എന്നതിൽ റിസർച്ച് നടത്തിയിട്ട് കൊണ്ടുവന്ന പ്രോഡക്റ്റുകളാണ് സാഫ്രോണിൻ്റെ വകയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിപ്പോൾ ഓഫീസിൽ പോകുന്ന വനിതകൾക്ക് വേണ്ടിയുള്ള അവരുടെ കുർത്തിയാവട്ടെ, അതല്ല ഡെയിലി മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോഴോ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ ഇങ്ങനെ ഡെയിലി വെയർ ആയിട്ടുള്ളതാവട്ടെ, ചുരിദാറുകൾ, 2 പീസ് 3 പീസ് സെറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, സാരി അടക്കം, അതുപോലെ അതിന് തക്ക ആഭരണങ്ങളും പല പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ആ ഗുണനിലവാരം സംരക്ഷിച്ചുകൊണ്ട്, എന്നാൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ പ്രൈസ് നിലവാരം സൂക്ഷിച്ചുകൊണ്ടും സാഫ്രോൺ കൊടുക്കുമ്പോൾ അത് പോയി പ്രയോജനപ്പെടുത്താൻ വേണ്ടി നോക്കണം. ഇനിയും സമ്മാനങ്ങളുമായിട്ട് സാഫ്രോൺ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ഷോപ്പ് ഒന്ന് സന്ദർശിക്കണം. ഒന്ന് ദുബായിലാണെങ്കിൽ അൽ നഹദ ഭാഗത്തുള്ള മായി ടവറിൻ്റെ അടുത്താണ് ഒരു ഔട്ട്ലെറ്റ്. പിന്നെ അജ്മാനിലാണെങ്കിൽ റാഷിദിയ 1-ൽ നെസ്റ്റോയുടെ അടുത്തായിട്ടും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. സാഫ്രോൺ സന്ദർശിച്ചിട്ട് എന്താണ് അഭിപ്രായം, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും വേണം. സാഫ്രോണിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ട ഒരു നമ്പർ ഇതാണ്, ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിൽ കോൺടാക്ട് ചെയ്താൽ മറ്റെല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരികയും ചെയ്യും. ദുബായ് വാർത്തയുടെ മെയ് 30 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.